ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നാരെടുത്ത് കയറിയിട്ട് വണ്ടിന്റെ പടം ഏകദേശം ഫുള്ളായി. മാറ്റി ഒരുങ്ങി വേറെ കിട്ടുമല്ല, ഞങ്ങൾക്കൊന്നും ഒരു കല്യാണം കൂടാൻ പോകണ്ടായിനി. അങ്ങനെ ഞങ്ങൾ സ്പോട്ടെത്തി. നാടെത്തി കഴിഞ്ഞാൽ അടുത്ത നമ്മളെ ടാർഗറ്റ് ഫുഡാണ്. ആ ഒരു സ്പോട്ട് തപ്പുന്നതിന്റെ ഇടയിലാണ് മണവാളൻ ടീംസിന്റെ കസാരകളി നമ്മളെ കണ്ണുപെട്ടത്. ആള് കുറച്ച് തൊള്ളായിട്ട് നമ്മൾ അതേ അടുത്ത്. പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഫുഡ് കഴിക്കാൻ എനിക്ക് സീറ്റില്ലെന്ന്. പിന്നെയാണ് കുറച്ച് തൊള്ളയും കാട്ടുന്നത്. കൂട്ടത്തിൽ ഏട്ടന്റെ കുട്ടിനെ കുറച്ച് വെറുപ്പിച്ചപ്പം ഓളിന്റെ അടുത്ത് ഞങ്ങൾ മുങ്ങിക്കാൻ. അങ്ങനെ പതിക്കുന്ന ഓളോളെ പപ്പ പൊക്കി. ഈ പപ്പാണ് ഡാൻസ് ഒന്നും കളിക്കാൻ സമ്മതിക്കില്ല, ഒരു ഫ്രീഡം തരാത്ത പപ്പ എന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ ഞൊടിയുന്നുണ്ടായിനി. അതിലൊന്നും പപ്പ കാര്യമാക്കിയില്ല. ഇടയിലൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമായിരുന്നു. ഒരു കസാലെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും പോയി കുത്തിരുന്നാ മതിയായിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടിയിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇത് കാറ്ററിംഗുകാരനെ വെച്ചിട്ട് നിങ്ങൾ തെറ്റിയറിയണ്ട, ഇതിന്റെ ഏട്ടനാ. ഞങ്ങൾ പിന്നെ പണ്ടേ മൾട്ടി ടാലന്റ് അല്ല. പാവം സ്വന്തം കല്യാണത്തിന് പോലും ഇത്രയും പണിയെടുത്തില്ല ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പള്ളനെ ചമ്പിച്ച് ഉള്ളത്ത് ഇറച്ചി എന്നത് പോരായിട്ട് പുറത്തുള്ള ആരോ ഇറച്ചി എന്ന്. ഞാൻ പിന്നെ അവിടെ കുറച്ച് തൊള്ളയും കാട്ടിയെന്ന്. കൂട്ടത്തിൽ ചങ്ങായിന് 10 ടം പറഞ്ഞപ്പം ഞാൻ ഏട്ടന്റെ കുട്ടി കുറെ ഓന്റെ വയ്യേക്ക് നടന്നു നോക്കി. ഒരു ഗ്ലാസ് പച്ചളെങ്കിലും വാങ്ങി തരുമെന്ന് അറിയാൻ. അവസാനം ഓള് കഴിഞ്ഞു. ഓള് പറഞ്ഞു ഇനി ആയില്ല. നടന്നു കഴിഞ്ഞ് ഓളോളെ പപ്പനെ വരെ അറിയാണ്ടേ പോയി. എന്താ ചെയ്യാ? അവസാനം ഓള് കുറയ്ക്ക് ഫ്ലേക്കിസ് ഒക്കെ തന്നു നോക്കി. അങ്ങനെങ്കിലും ഞാനൊന്ന് പോകുമെന്ന് അറിയാൻ വേണ്ടിട്ട്. പപ്പന്റെ ഇട്ട ഓരോ കാട്ടിക്കൂട്ടൽ കാണുമ്പോളാ ഇനിയും പപ്പൻ എങ്ങനെ വിട്ടാ ശരിയാവില്ല പറഞ്ഞിട്ട് ഓളും പപ്പയും പോയി കാറിൽ കയറി. മാത്രല്ല നമ്മളടുത്തൊന്നും കഴിച്ചില്ലാവും ചെയ്യോക്ക്. വണ്ടി ഓടിക്കാൻ അറിയോളൂ? ചെറുപ്പം മുതൽ BMW ബെൻസൊക്കെ ഓടിക്കാൻ എന്നോടാ ഈ വണ്ടി ഓടിക്കാൻ അറിയുള്ളൂ. ഇതൊക്കെ ഞാൻ എന്റെ 1.5 വയസ്സിൽ പാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. അപ്പൊ ഓക്കെ.